നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. വയനാട് ലോകസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പ്രിയമുള്ളവരെ, ഇലക്ഷൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രഹസനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേര് അതിൽ മതിഭ്രമം സംഭവിച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ന രീതിയിലാണ് പലരുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വെറും ഒരു തമാശയാണ്. കാരണം യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയക്കാർ ഇന്ന് ഇല്ല. പണ്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലൊക്കെ നല്ല രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. ഇന്ന് ഉള്ളവരെല്ലാം അഴിമതി വീരന്മാരാണ്. പറയാതെ തരമില്ല. കൊല്ലും കൊലയും അക്രമവും. എന്തിന്? മദ്യം യഥേഷ്ടം വിളമ്പുകയാണ് രണ്ട് നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സമയത്ത് ഒരുപാട് ട്രൈബൽ മേഖലയിലടക്കം കള്ള് അല്ലെങ്കിൽ മദ്യം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. ഗവൺമെന്റിനും അറിയാം, പോലീസിനും അറിയാം, എക്സൈസിനും അറിയാം, ജനപ്രതിനിധികളായ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതാണ് ജനാധിപത്യം. ഞാൻ നെടുമുണ്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. തൃക്കേവുത്ത് കാഞ്ഞിരമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത്, കരിമ്പന്തൊടി ഈ ഭാഗത്തൊക്കെയുള്ള ഏക്കർ കണക്കിന് കൃഷി ഭൂമി അച്ഛൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം അന്യാധീനപ്പെട്ടു പോയി ഭൂപരിഷ്ഠ നിയമം വന്നപ്പോൾ. അങ്ങനെ നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഒരു 4 സെന്റ് സ്ഥലം ഏതോ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പാസ്സായ ഭൂമി ഞങ്ങൾ മേടിക്കുകയും അതിൽ താമസിക്കുകയും ചെയ്തു. ഞങ്ങൾ 10-12 മക്കളും ഉണ്ട്. അപ്പോൾ ഭക്ഷണത്തിനൊക്കെ വളരെ ദാരിദ്ര്യം, ചെറിയ ചെറിയ പലഹാരങ്ങൾ വിറ്റിട്ടൊക്കെയാണ് ഞങ്ങൾ ഉപജീവനം കഴിച്ചത്. എന്തായാലും ഗവൺമെന്റ് അല്ലെങ്കിൽ ജനപ്രതിനിധി, രാഷ്ട്രീയം, നിയമം, പോലീസ് എന്നൊക്കെ പറയുമ്പോൾ വെറും ഒരു എന്താ പറയുക, ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു പുച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ വാക്ക്. കാരണം പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ളതല്ല ഈ സംവിധാനങ്ങളെല്ലാം എന്ന് ഞങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞു. കാരണം പല പ്രാവശ്യം ചെറിയൊരു കൂര ഉണ്ടാക്കി അത് ഒന്ന് പുതുക്കി പണിത് തരുമോ അല്ലെങ്കിൽ നല്ലൊരു വീട് തരുമോ എന്ന് ചോദിച്ച് നിലമ്പൂർ പഞ്ചായത്ത് ഓഫീസിലും അന്നത്തെ MLA അടുത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, തഹസിൽദാർ, താലൂക്ക് ഓഫീസ് ഇങ്ങനെ കയറി ഇറങ്ങി പാവം എൻ്റെ അച്ഛൻ. അങ്ങനത്തെ ഒരു വസ്തു പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അന്നും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അനുയായികൾക്ക് മാത്രം വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ച ഔദാര്യമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്തിനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്നത്? എന്തും നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായാലും ശരി, ഏത് പോലീസ് ഓഫീസറായാലും ശരി, മറ്റു ഏത് നിയമ സംവിധാനമാണെങ്കിലും ശരി, നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരൻ്റെ പവർ. എന്നാൽ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും അവരുടെ നേതാവ് എത്ര ചെറ്റത്തരം കാട്ടിയാലും, കള്ള് കുടിച്ചാലും, പെണ്ണ് പിടിച്ചാലും, അവൻ എന്ത് കൂട്ടിക്കൊടുത്താലും, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ അഴിമതി നടത്തിയാലും അണികൾ പറയില്ല. കാരണം എന്താ? അവൻ്റെ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവൻ്റെ ആവശ്യമാണ്. എന്നാൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭാരത ഭൂമിയിൽ ഒരൊറ്റ ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒറ്റ നട്ടലുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവിനെ ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനായി ഞാൻ കണ്ടിട്ടുള്ളൂ. അത് മറ്റൊരുമല്ല, നമ്മുടെ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. എല്ലാവരും ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കും, ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നൊടുക്കും, അല്ലെങ്കിൽ ഈ പൗരത്വ ബില്ല് വന്ന ഇവരെയൊക്കെ നാട് കടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ചില തെമ്മാടികൾ പ്രചരിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ അതൊക്കെ പ്രചരിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചു.
അങ്ങനെ വോട്ട് മേടിക്കുക. അതാണ് അന്നും ഇന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊറാട്ട നാടകം. സത്യത്തിൽ നരേന്ദ്രമോദി 10-15 വർഷമായി ഇയാൾ ഇവിടെ നമ്മുടെ അധികാരത്തിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു മുസൽമാനെ കൊല്ലുകയോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ നാടുകടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ, ഇവർ രണ്ടുപേരും മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളെ നന്നാക്കുകയാണ്, അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്, സഹായം കൊടുത്തുകൊണ്ടേ. കഷ്ടം. മൂന്നാം മുന്നണി വരണം, കേരളത്തിൽ മൂന്നാം മുന്നണി വരണം. കേന്ദ്രം എപ്പോഴും നരേന്ദ്രമോദിയെ പോലെ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തൻ്റെടമുള്ള ദേശസ്നേഹികളുടെ കയ്യിലായിരിക്കണം ഭാരതം എന്ന നമ്മുടെ ഈ ഒരു പവിത്രമായ ദൈവത്തിൻ്റെ നാട്. അല്ലാണ്ട് ഇന്ത്യ സഖ്യം, ഇപ്പൊ കണ്ടില്ലേ, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞൊരു തെമ്മാടി കൂട്ടങ്ങൾ ഒന്ന് ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഞാൻ രാഷ്ട്രീയപരമായ രീതിയിൽ ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മൂട് താങ്ങിയല്ല. അതുകൊണ്ട് തന്നെ നേരായ കാര്യങ്ങൾ എൻ്റെ അല്പജ്ഞാനത്തിൽ, എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറയുകയാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിലാരൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, അതുപോലെ BSP, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ അധർമ്മികളും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ കോൺഗ്രസിലും കമ്മ്യൂണിസത്തിലും ഒക്കെ നല്ല നല്ല ആളുകളുണ്ട്, പ്രവർത്തകരായ ആളുകൾ, വോട്ടർമാരായ ആളുകളൊക്കെ ഉണ്ട്. സത്യത്തിൽ അവർക്കറിയില്ല നേതാക്കന്മാരുടെ കളികൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ആ ഒരു വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന കൂട്ടായ്മയ്ക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും തിരിച്ചറിയണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ നല്ലവനാണെന്ന് പറയുന്നു, പക്ഷെ ഒരിക്കലും അയാളുടെ ശിങ്കിടികൾ, അനുയായികൾ ഒരിക്കലും നല്ലവരല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരടക്കം, പിണറായി വിജയൻ അടക്കമുള്ള ആരാണ് നല്ലവൻ? ഗോവിന്ദനാണോ? ജയരാജനാണോ? അതിന് ആരാണ് നല്ലൊരാളെ കാണിച്ചു തരൂ? VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, എൻ്റെ പഴയ സഖാവ് VH, അല്ലെങ്കിൽ AKG, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഞങ്ങളുടെ ബന്ധുവാണ്, ഏലംകുളം മനക്കിലെ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇയാൾ കമ്മ്യൂണിസത്തിൽ അത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്പൂതിരിപ്പാട് എന്നുള്ള ആ ഒരു ഇത് കളഞ്ഞിട്ടില്ല. എല്ലാവരും പറയും ജാതി മാറ്റണം. എന്നോട് പറയാറുണ്ട്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയരുത്, നിങ്ങൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ട്രൈബൽ മേഖലയിലൊക്കെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് എന്തിനാണ്? അശരണരായ ആളുകളെ, താഴേക്കിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ. അത് സാധാരണക്കാരനായ ആരും ചെയ്യും, പക്ഷെ ഒരു ഉയർന്ന കുല ജാതനാണ് എന്ന രീതിയിൽ ഉള്ള ആളുകളാണ് ഇവരെ കൂട്ടിപ്പിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് അവരെ മാതൃകാപരമായ രീതിയിൽ അവരെ ഒത്തൊരുമയുള്ള ആളുകളാണെന്നുള്ള രീതിയിലാണ് ഇത് കാണുക. അതിനുവേണ്ടി മാത്രമാണ് നമ്പൂതിരിപ്പാട് എന്ന പേര് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എവിടെ നമ്പൂതിരി, എവിടെ നായര്, എവിടെ പണിയൻ, എവിടെ ചെറുമൻ, എവിടെ ഹിന്ദു, അല്ലെങ്കിൽ എവിടെ മുസൽമാൻ, ക്രിസ്ത്യാനി, മനുഷ്യനല്ലേ. ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായ സഹജീവികളെ സഹായിക്കുന്നവനായിരിക്കണം യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു തരാൻ പറ്റും? നിങ്ങൾ എല്ലാവരും ഒരുപോലെ കാണാനും, അവരെ ചേർത്ത് പിടിക്കാനും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാനും പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണിച്ചു തരും എനിക്ക്? ഇല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന കാലത്ത് ഒരു ചെറിയൊരു കൂര വെച്ച് തരുമായിരുന്നു ഞങ്ങൾക്ക്. നാടുവാഴിയും തമ്പുരാനും നമ്പൂതിരിപ്പാടൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പാവപ്പെട്ടവൻ എന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുമായിരുന്നു ഇവർ. അന്നത്തെ രാഷ്ട്രീയക്കാർ മാറി മാറി വരും. എൻ്റെ അച്ഛൻ ഒരുപാട് നിവേദനം കൊണ്ടുപോകും, അവനെ കൊടുക്കും, ഇവനെ കൊടുക്കും. കണ്ണി കണ്ടാണ്ടനാടകാളും ചെമ്മാനും ചെൽപ്പിയും തെണ്ടി തെമ്മാടി തേവിടിച്ചി മക്കൾക്കൊക്കെ എൻ്റെ അച്ഛൻ കൊണ്ടുകൊടുക്കും അപേക്ഷ. ഒരു വീടുണ്ടായിത്തീരോ, ഞങ്ങൾ 12 മക്കളുണ്ട്, ഞങ്ങൾക്ക് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ നായിൻ്റെ മക്കളും അന്ന്
ഞങ്ങളൊക്കെ ജന്മനാ ഞങ്ങൾ ബ്രാഹ്മണരാണ്, അല്ലെങ്കിൽ വലിയ ധനാഢ്യരാണ്, ഭൂവുടമകളാണ്, നാട്ടുരാജാക്കന്മാരാണ്, കോലകമാണ്, തമ്പുരാനാണ്, കൊട്ടാരമാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ജന്മജന്മാന്തരമായി ഞങ്ങൾ വലിയ സുഖിച്ചും സന്തോഷിച്ചും അടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന പരമ്പരയാണ്. പക്ഷേ ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ചുറ്റുമുള്ള ഇതുപോലെ നരകിക്കുന്ന എത്ര ജന്മങ്ങളുണ്ട്. ഇവൻ്റെയൊക്കെ മുമ്പിൽ കൈനീട്ടി ഓച്ചാനച്ച് എന്തെങ്കിലും സഹായം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴും അവനെ ചിന്തിക്കുകയാണ്, അവൻ്റെ ജാതി ഏതാണ്, അവൻ്റെ മതം ഏതാണ്, അവൻ്റെ രാഷ്ട്രീയം ഏതാണ്, അവൻ നമ്മുടെ ആളല്ല, അവനൊന്നും കൊടുക്കണ്ട. ഇതാണ് രാഷ്ട്രീയം ഇന്നത്തെ. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഏവൻ ജയിച്ചാലും വേണ്ടില്ല, സൽക്കർമ്മം ചെയ്യുക. ഏത് ഉന്നത ഉദ്യോഗസ്ഥനാവട്ടെ, പാവപ്പെട്ടവനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാതെ അവനെയൊക്കെ ചേർത്ത് പിടിക്കുക, അവർക്കൊക്കെ സഹായം ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ. ജനാധിപത്യ രാജ്യത്ത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ വേണം. ഇതിൻ്റെയൊക്കെ എല്ലാ സ്ഥാനമാനങ്ങളും വഹിക്കാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പ്രത്യേകിച്ച്. അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൽ എനിക്കൊരു 500 വോട്ട് കിട്ടിയാൽ എനിക്ക് കിട്ടിയ ഓഫർ ഇതാണ്. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ ഓഫറാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ, ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇരിക്കുകയാണ്. നാട് ഭരിക്കാൻ, രാജ്യത്തെ സഹായിക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അവരെ സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും വീർപ്പ് മുട്ടിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിലായാലും നിയമസഭയിലൊക്കെ. ഇവൻ്റെയൊക്കെ മുമ്പിൽ എനിക്ക് 3 മിനിറ്റ് സമയം കിട്ടും. എന്തിനറിയോ? നരകിക്കുന്ന മനുഷ്യരെ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന എന്നെ പോലെ ഒരാളുടെ നേർക്കാഴ്ചകൾ അവിടെയുള്ള സകല രാഷ്ട്രീയക്കാരോടും എനിക്ക് പറയാനൊരു അവസരം. അതിന് നിങ്ങളെപ്പോലുള്ള മദ്യത്തിനും മയക്കുമരുന്നും മദിരാശിയും ഒക്കെ അതീതമായ നല്ല കുടുംബജീവിതം നയിക്കുന്ന പാവപ്പെട്ടവൻ്റെ, അവൻ നിങ്ങൾ ഏത് ജാതിയാവട്ടെ, മതമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സംഘടനയാവട്ടെ, ഇക്കണ്ട കാലം അത്രയും നിങ്ങൾ മാറി മാറി കുത്തി എൻ്റെ കൊടി ഇതാണ്, ചുവപ്പ് കൊടി, ഇൻക്ലാബ് സിന്ദാബാദ്, കോൺഗ്രസ് ജയ്, വന്ദേ മാതരം. എന്ത് വന്ദേ മാതരം? എന്ത് നേതാക്കൾ നല്ലവനാണെങ്കിൽ അവനെ സഹായിക്കുക. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കൊടി നോക്കരുത്, നമ്മുടെ നേതാവ് ആരാണെന്ന് നോക്കരുത്. സത്യം, ധർമ്മം, നീതിയിലൂടെ ജനങ്ങളെ സേവിക്കുന്നവന് മാത്രമേ വോട്ട് കൊടുക്കാവൂ. എല്ലാം തികഞ്ഞ യോഗ്യനായ ഒരാളാണ് ഈ സ്ഥാനാർത്ഥി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിയമസഭയിൽ അല്ല, പാർലമെന്റിൽ എനിക്ക് ഒരു 3 മിനിറ്റ് സമയം നരകിക്കുന്ന 2 കരി പിടിച്ച 2 ചട്ടിയും 2 കീറപ്പായയും കൊണ്ട് റേഷനരി കിട്ടുന്ന, അല്ലെങ്കിൽ നക്കിക്കോ നായ എന്ന് പറയുന്ന എന്തോ കുറച്ച് അരിനുപ്പാണ്ട് വാരിക്കോരി കൊടുക്കുമ്പോൾ അത് പുഴുങ്ങി ഇങ്ങനെ കഴിക്കുന്ന പട്ടിണിപ്പാവങ്ങളായ ആളുകളുടെ ദുരവസ്ഥ, പുറംപോക്കിൽ ഷെഡിൽ കെട്ടിയിട്ടും ഇപ്പോഴും വീടില്ലാതെ നരകിക്കുന്ന റോഡരികിൽ കിടക്കുന്ന ആളുകൾക്കും ഇവരെയൊക്കെ പുനരവസ്ഥിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരമാണ്. പാവപ്പെട്ട ആളുകളെ ഇത്രയും BJPയുടെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ BS എല്ലാവരുടെയും കൂടിയിരിക്കുന്ന നേതാക്കന്മാരോട് അവർക്കായിട്ട് ഈ നേർക്കാഴ്ചകൾ എനിക്ക് തുറന്നു പറയാനൊരു അവസരമാണ്. എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുക. എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കുന്നത്. ഞാൻ ഓൺലൈനിലൂടെ മാത്രമാണ് വോട്ടുകൾ ചോദിക്കുന്നത്. കാരണം എന്താണ്? എനിക്ക് തരാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് തരുമെന്ന് വിചാരിക്കുന്ന കുറേ വോട്ടുകളുണ്ട്. അതെനിക്ക് തരും. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, സംഘടനയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന 8 ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഒരു വോട്ട് കുടമലയാളത്തിൽ വയനാട് നിയോജക മണ്ഡലത്തിന്റെ, ലോകസഭാ നിയോജക മണ്ഡലത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് കുടമലയാളത്തിൽ ഒരു വോട്ട് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാവരും വന്നിട്ട് കോടികൾ തരാം, അത് തരാം, ഇത് തരാം, ഓരോരുത്തർ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ. അത് ആന കൊട്ട തരാം, ആന
ബടായും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വന്ന് നിങ്ങളുടെ കഥ കീഴിൽ മുട്ടി ഊട്ടിയൊന്നു തരുമോ എല്ലാം ജയിച്ചു കഴിഞ്ഞാലോ ഒറ്റ തെണ്ടീനെയും കാണാൻ കഴിയില്ല അല്ലേ? ഇതാണ് രാഷ്ട്രീയം. അപ്പോ നല്ലവൻ ഏത് രാഷ്ട്രീയമാവട്ടെ, ഇവനാവട്ടെ, പിണറായിൻ്റെ ആവട്ടെ, അവൻ്റെ ആളുകളാവട്ടെ, അല്ലെങ്കിൽ വല്ല കോൺഗ്രസിൻ്റെ രാഹുലാവട്ടെ, ഇയാളുടെ ബന്ധുക്കളാവട്ടെ, എവനും ആയിക്കോട്ടെ, BJP ആവട്ടെ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നല്ല ഭരണം കഴിച്ചിരിക്കുന്ന, ഭാവങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് മാത്രമേ ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാവൂ. അല്ലാണ്ട് ചിഹ്നം നോക്കരുത്, കൊടിയുടെ നിറം നോക്കരുത്. സത്യം, ധർമ്മം, നീതി, അതുപോലെ കള്ളു കുടിച്ച് ഇവിടെ മുക്കിൽ മാഹി പോലെയാണ്, ബാറുകളാണ്, കുടുംബം കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. ഒരു 10 പേര് നമ്മൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതിൽ 8 പേരും മദ്യപാനികളാണ്. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആ ഒരു മദ്യപാനത്തിന് തിക്തഫലം, ദൂഷ്യഫലം അനുഭവിക്കുന്നവരാ ഭാര്യയും മക്കളുമാണ് കുടുംബത്തിൽ. അപ്പൊ ഇതിന്റെ ദൂഷ്യവശത്തെക്കുറിച്ച് ബോധവൽക്കരണവും അതിൽ നിന്ന് മറ്റ് യുവതലമുറയെ എല്ലാം മാറ്റി എടുക്കണമെങ്കിലൊക്കെ നമ്മൾക്ക് നല്ലൊരു നേതൃത്വം വേണം. ഇപ്പോൾ ദേശീയ ഗാന്ധി പാർട്ടിയുണ്ട്. ഗാന്ധി പാർട്ടിയുടെ ദേശീയ നേതാവിൻ്റെ ഒരു പിന്തുണ ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മദ്യം കഴിക്കാത്ത ആളുകളുടെ, മദ്യത്തിനെതിരെ പോരാടുന്ന ഒരു പോരാളി എന്ന രീതിയിൽ എനിക്ക് മദ്യവിരുദ്ധ സമിതിയുടെ കുറച്ച് വോട്ട് എനിക്ക് തരാമെന്ന് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെയൊക്കെ തന്നെ സഹായം, സഹകരണം എനിക്ക് അനിവാര്യമാണ്. പ്ലീസ്, ഒരേ ഒരു വോട്ട് എനിക്ക് ജയിക്കാനല്ല, അവിടെ MP ആവാനല്ല. എൻ്റെ നിലപാട് പാവങ്ങൾക്ക് വേണ്ടി അവരുടെ ശബ്ദമാവാൻ എനിക്കൊരു വോട്ട് നിങ്ങൾ തന്ന് എന്നെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.